പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. എപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? ഇവർ ജനവാസ മേഖലയിലായിരുന്നു, അതല്ല കാട്ടിനുള്ളിൽ കുടിൽ കെട്ടി താമസിക്കുന്നതിനിടയിലാണോ ആനയുടെ ആക്രമണം ഉണ്ടായത്? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം, മിനിഞ്ഞാന്ന് രാത്രി 10 മണിക്ക് മലക്കപ്പാറയിൽ ഇതുപോലൊരു ആക്രമണത്തിൽ സെബാസ്റ്റ്യൻ എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി വീണ്ടും അതിരപ്പള്ളി വഞ്ചിക്കടവ് ഭാഗത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് കുടിൽ കെട്ടി താമസിക്കുന്ന പതിവുണ്ട്. ഇവർക്ക് പല സ്ഥലങ്ങളിലും കാട്ടിലേക്ക് പോകുന്നവർ കുടിൽ കെട്ടി താമസിച്ച ഒരു 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന അംബികയും സതീഷും. കാട്ടാനക്കൂട്ടം ആക്രമിക്കാൻ എത്തിയപ്പോൾ അവർ ചിതറി ഓടുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. അതീവ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ ആണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. പുലർച്ചയോടുകൂടിയാണ് അറിയുന്നത്. ഇപ്പോൾ വനം വകുപ്പിൽ ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ അവിടെ എത്തിയിട്ട് പോലീസും ഒക്കെ എത്തിയിട്ടുണ്ട്. അരുൺകുമാർ, ഇത് ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. ഇവർ യഥാർത്ഥത്തിൽ എവിടുത്തുകാരാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇവിടെ താൽക്കാലികമായിട്ടല്ലേ കുടിൽ കിട്ടി ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ താമസിച്ചത്? ഈ ശാസ്താംപൂവം കോളനിയിലെ ആളുകൾ സ്വാഭാവികമായിട്ട് വനവിഭവ ശേഖരണമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. തേനെടുക്കുക, അതുപോലെ തന്നെ മറ്റ് വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുന്നതാണ് പ്രധാനമായും ചെയ്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കുടിൽ കെട്ടുന്ന പതിവുണ്ട്. ആ കുടിൽ കെട്ടി താമസിക്കുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാനക്കൂട്ടം ആക്രമിക്കുന്നതിനിടയിലാണ് ഇവർ ചിതറി ഓടുന്ന സ്ഥിതി ഉണ്ടായ. അതിനിടയിലാണ് 2 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ തന്നെയാണ് ഈ കാട്ടുതേൻ ശേഖരിക്കാൻ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയും സെബാസ്റ്റ്യൻ എന്നയാൾ അതിരപ്പള്ളിയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകളിലെ മലക്കപ്പാറയിൽ വെച്ച് മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്തി, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അടുത്ത അല്പസമയത്തിൽ കുടിലിൽ അങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ അവരുടെ പ്രായം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതല്ലോ. കാരണം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതും അതുപോലെ തന്നെ മരണവിവരം ആളുകൾ അറിയുന്നത്. പ്രത്യേകിച്ച് രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വനത്തിനുള്ളിൽ ആളുകൾ രാത്രി അധികം സഞ്ചാരമില്ല. പക്ഷേ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഇതുപോലെ ആദിവാസി ഉന്നതികളിൽ നിന്നും അതുപോലെ തന്നെ ശാസ്താംപൂവം, അതുപോലെ പലതരത്തിലുള്ള ഉന്നതികൾ പല വാഴച്ചാൽ പരിസരത്തൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ പല ആളുകളൊക്കെ സംഘം ചേർന്ന് പോവുക പതിവാണ്. 1, 2, 3 ആളുകൾ ഒറ്റയ്ക്ക് പോവില്ല. രാത്രി വനവിഭവങ്ങൾ ശേഖരിക്കാൻ 2, 3 ആളുകൾ ചേർന്നിട്ടൊക്കെയാണ് പോവുക. അങ്ങനെ പോയ കൂട്ടത്തിലാണ് ഈ 2 പേർ ഉണ്ടായിരുന്നതും മരണം സംഭവിച്ചിരിക്കുന്നതും. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. വിവരങ്ങൾ ശേഖരിക്കുക. അതിരപ്പള്ളിയിലാണ് കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. ശാസ്താംപൂവം എന്ന് പറയുന്ന ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. അതിരപ്പള്ളി വഞ്ചിക്കടവിലാണ് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. 2 പേരുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ മലക്കപ്പാറയിൽ സെബാസ്റ്റ്യനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നഷ്ടപരിഹാര തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.